Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വേനലിൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഈ സാഹചര്യത്തിൽ കൃഷിയെ പരിചരിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകനായ റോബർട്ട് പറയുന്നു. ഈ തവണത്തെ അതികഠിനമായ വെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കാരണന്മാരും പോലും അവർക്കിടെ ഈ കാലം വരെയുള്ള ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ചൂട് അനുഭവപ്പെട്ട ഒരു കൊല്ലമാണ് നമ്മുടെ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നെല്ല് കൊയ്യണ സമയമാണ്. ഇപ്പോൾ ഓരോ മഴ ലഭിക്കുന്നതും ഇനി മഴ കൂടി വന്നതും ഇപ്പോൾ കർഷകർക്ക് ദോഷമാണ്. ഇത്ര നാൾ കർഷകർക്ക് ദോഷമായിട്ട് നിന്നത് കഠിനമായ വെയിലാണ്. കാരണം വെയിലിൻ്റെ വലിയ ചൂട് കൊണ്ട് ഇലക്കി വാട്ടം വന്നു, ഉൽപ്പാദനത്തിൽ വളരെയധികം കുറവ് വന്നു. ഇത് കർഷകരെ ഒരുപാട് തളർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോലിക്കാർക്കാണെങ്കിലും കൂടുതൽ സമയം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കർഷകർക്കായാലും നമുക്ക് ഒത്തിരി നേരം വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനെ പരിചരിക്കാനും പോലും നമുക്ക് ഒരു പരിമിതി വന്ന ദിവസങ്ങളായിരുന്നു. ഈ ഞാൻ ഏകദേശം 13 കൊല്ലമായി കൃഷിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയിട്ട്. ഈ 13 കൊല്ലത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വലിയൊരു ചൂട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഴ കൃഷിക്കാർക്കായാലും വാഴ നന്നായിട്ട് വരികയും ലാസ്റ്റ് ഒരു ഏതാണ്ട് കൊലക്കേണ്ട പ്രായമാകുമ്പോഴേക്കും വാഴ എൻ്റെ കൂമ്പടഞ്ഞു പോവുകയും കൂമ്പ് പൊട്ടിപ്പോവുകയും ഒരു സ്വഭാവം കാണിക്കുന്നത്. അതികഠിനമായ ചൂടാണ് ഇതിനൊക്കെ കാരണം. പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സജീവമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്, എല്ലാ കർഷകരുടെ ഒപ്പമുണ്ട്. എന്തെങ്കിലും വിളനാശം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുത്ത് അതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു തരാനൊക്കെ കൃഷി ഓഫീസർമാരും ഉദ്യോഗസ്ഥരൊക്കെ വളരെ സജീവമാണ്. മൊത്തത്തിൽ നശിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് ആനുകൂല്യങ്ങളുള്ളത്. അല്ലാതെ ഉൽപ്പാദനത്തിൽ കുറവ് വന്നാൽ നമുക്ക് ആനുകൂല്യം ഇല്ല എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നുള്ള പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ ഒരു ഹെൽപ്പ് കർഷകർക്ക് വളരെ കുറവാണ്. ഓരോ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുമ്പോഴും കർഷകർക്ക്, പ്രത്യേകിച്ച് നെൽകർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നെല്ല് എത്ര നല്ല നെല്ലായാലും അത് കൊയ്ത്ത് വണ്ടി ഇറങ്ങി കൊയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് കർഷകർക്ക് ലാഭമുള്ളൂ. അങ്ങനെ കർഷകർക്ക് കൊയ്ത്ത് വണ്ടി നമ്മുടെ കണ്ടത്തിലേക്ക് ഇറക്കണമെങ്കിൽ കണ്ടത്തിൻ്റെ വെള്ളം വറ്റിച്ച് കണ്ടം വരണ്ട് പൊട്ടണം. പക്ഷേ കണ്ടം വരണ്ട് പൊട്ടണമെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ചെറിയ തോടുകളും വലിയ തോടുകളും നന്നാക്കി കിട്ടാനുള്ളൊരു ബാധ്യത പഞ്ചായത്ത് കാണിക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അത് നന്നാക്കി കിട്ടുകയാണെങ്കിൽ എല്ലാ കർഷകർക്കും വളരെ ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് നെൽകർഷകരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കാനും, ഏത് കർഷകരെ ആയാലും വെള്ളം കിട്ടേണ്ട സമയത്ത് കിട്ടാനും വെള്ളം ഇറക്കി കളയേണ്ട സമയത്ത് ഇറക്കി കളയാനുള്ള ഒരു സജ്ജീകരണങ്ങൾ നമ്മുടെ തോടുകളൊക്കെ നവീകരിച്ച് അത് നല്ലൊരു പദ്ധതിയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.